അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ രണ്ട് പെരുന്നാൾ നിസ്കാരം, മഴയെ തേടിയുള്ള നിസ്കാരം, ഗ്രഹണ നിസ്കാരം, തറാവീഹ് നിസ്കാരം ഇവയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് വിത്ർ നിസ്കാരമാണ്. വിത്ർ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് അഥവാ വിത്ർ നിസ്കാരത്തിന്റെ സമയമുണ്ട് നമ്മൾ പറയാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്താണ്. പരിപൂർണതയുടെ തൊട്ട് താഴെ എന്ന് പറയുന്നത് അത് 3 റക്അത്താണ്. ഏറ്റവും പരിപൂർണമായ വിത്ർ അത് 11 റക്അത്ത് നിസ്കാരവും ആണ്. പിന്നെ ഇത് 11 റക്അത്ത് നിസ്കാരം ആദ്യത്തെ 10 റക്അത്ത് ഈ 2 റക്അത്ത് വീതം 10 റക്അത്ത് നിസ്കരിക്കുകയും അവസാനത്തെ ഒരു റക്അത്ത് അത് വേറെ തന്നെ നിസ്കരിക്കലാണ് അവസാനത്തിന്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്തിനോട് കൂട്ടി നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ. അങ്ങനെ വരുമ്പം 10 റക്അത്ത് ഈ 2 റക്അത്തായിട്ടും അവസാനത്തെ ഒരു റക്അത്ത് അത് ഒറ്റ സിംഗിൾ ഒരു നിസ്കാരമായിട്ടും നിർവഹിക്കുക. ഇനി 3 റക്അത്ത് അതിനാൽ കമാൽ പരിപൂർണതയുടെ തൊട്ട് താഴെ എന്ന് പറയുന്ന 3 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യത്തെ റക്അത്തിൽ അഥവാ 2 റക്അത്ത് നിസ്കരിക്കുന്നതിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിഹിസ്മ സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ അതിൽ സൂറത്തുൽ കാഫിറൂനെയും പാരായണം ചെയ്യുക. ശേഷം മൂന്നാമത്തെ അഥവാ ഒറ്റയുള്ള ആ ഒരു നിസ്കാരത്തിന്റെ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും അഥവാ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഈ 3 സൂറത്തുകളും പാരായണം ചെയ്തുകൊണ്ട് അവസാനിക്കും. വിത്ർ നിസ്കാരം സലാം വീട്ടിയ ഉടനെ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ ആ ദിക്ർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അതിൽ തന്നെ മൂന്നാമത്തേത് അല്പം കൂടി ഉറക്കെ ചൊല്ലൽ അതും പ്രത്യേകം സുന്നത്തുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ദുആ അതിനോടനുബന്ധിച്ച് അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക വ മുആഫാതിക മിൻ ഉഖൂബതിക വ ബിക മിൻക ലാ അഹ്സി സനാഅൻ അലൈക അൻത കമാ സനൈത് എന്ന ആ ഒരു ദുആ കൂടി ഈ നിസ്കാരത്തിന്റെ ശേഷം നിർവഹിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. ഇനി ഈ വിത്റിന്റെ സമയം എന്ന് പറയുന്നത് അത് പല നിബന്ധനകളും അതിൽ നോക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ഇശാഇന്റെ ശേഷം ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ സമയം വരുന്നത്. അതിന്റെ സമയം ഇശാഇന്റെ സമയം പോലെ തന്നെ ഇശാഇന്റെ സമയം മുതൽ ഫജ്റിന്റെ അഥവാ സുബഹിയുടെ സമയം വരെ ഉള്ളതാണ് വിത്റിന്റെ സമയം. എന്നാൽ ഈ ഇശാഇനെ പിന്തിക്കൽ പ്രത്യേകം സുന്നത്തുള്ളത് പോലെ തന്നെ വിത്ർ നിസ്കാരത്തെയും പിന്തിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. പക്ഷെ ആ സുന്നത്ത് എപ്പോഴാണ് അത് ശേഷം നിസ്കരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് പിന്തിക്കൽ സുന്നത്തുള്ളത്. മാത്രവുമല്ല ഒരു രാത്രിയുടെ അവസാനത്തെ നിസ്കാരം അത് വിത്ർ ആയിരിക്കൽ പ്രത്യേകം സുന്നത്തുള്ളത് കൊണ്ട് തന്നെ വിത്ർ നിസ്കാരത്തെ ഒരാൾ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ തഹജ്ജുദിന്റെ ശേഷത്തേക്ക് അവസാനത്തിലേക്ക് വെക്കലാണ് പ്രത്യേകം സുന്നത്തുള്ളത്. ഇനി ഇപ്പം പറഞ്ഞ ഈ വിത്ർ നിസ്കാരം അത് ജമാഅത്ത് സുന്നത്തുള്ള കൂട്ടത്തിൽ 5-ാമതായിട്ടാണ് എണ്ണീട്ടുള്ളത്. അതിന്റെ കാരണം പരിശുദ്ധമായ റമദാൻ മാസത്തില് വിത്ർ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. എന്നാൽ ബാക്കിയുള്ള 11 മാസങ്ങളിലും അത് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് സുന്നത്തുള്ളത്. അതുകൊണ്ട് റമദാൻ മാസത്തിനെ പരിഗണിച്ചും റമദാൻ മാസത്തിൽ ഇത് ജമാഅത്തായിട്ട് നിർവഹിക്കുന്നത് കൊണ്ടും 2 രീതിയിലുള്ളത് കൊണ്ടുമാണ് അതിനെ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരത്തിന്റെ കൂട്ടത്തിലേക്ക് വിത്റിനെ എണ്ണിയിട്ടുള്ളത്. അല്ലാഹു തആല ശ്രദ്ധിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.